വേണ്ട, വെറുതെ മോങ്ങണ്ട. നീ വഴിയല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി ഞാൻ അറിയുമായിരുന്നു കമ്മീഷന്റെ നീക്കങ്ങളെ കുറിച്ച്. പേടിക്കണ്ട, എല്ലാം ഒന്ന് തണുത്തോട്ടെ. പിന്നെ നീ മോഹൻ തോമസ് ഗ്രൂപ്പിലെ മുഴുവൻ സ്ഥാപനങ്ങളുടെയും ലീഗൽ അഡ്വൈസർ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ കൊടികെട്ടിയ ഏതെങ്കിലും ഒരു ബാരിസ്റ്ററുടെ തിരക്ക് പിടിച്ച ജൂനിയർ അഡ്വക്കേറ്റ്. നോക്കിക്കേ, നീ ഇന്നുവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു ലൈഫ് ഈ മോഹൻ നിനക്ക് തരും. കരച്ചിൽ നിർത്താനല്ലേടി പറഞ്ഞത്? മഹേന്ദ്രൻ കമ്മീഷന്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്ന് ഒരു സൂചന തരാൻ ഈ ശ്രീലതാ വർമ്മയ്ക്കും കഴിയാതെ പോയ സ്ഥിതിക്ക്. ആ പ്രസാദ്, ഞാൻ ഇന്നലെ തന്നെ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. there is one Mr. ഇക്ബാൽ, മുഹമ്മദ് ഇക്ബാൽ ASP. മുമ്പ് ഞാൻ റൂറലിൽ ഉണ്ടായിരുന്നപ്പോ he was with me. അയാളിപ്പോ? സാർ ഉദ്ദേശിക്കുന്നത് ഇക്കയാണോ? നേരത്തെ ക്രൈംബ്രാഞ്ചിലുണ്ടായിരുന്ന? യെസ്. മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പഴവങ്ങാടി ബാർ ബോംബ് കേസില് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. എന്റെ അറിവില് ഇത്രയും ഗട്ടർ ഇൻസ്റ്റിങ്സ് ഉള്ള വേറൊരു ഓഫീസർ ഇല്ല. പ്രിസൈസ്ലി. ഓഫീസിൽ നിന്ന് അയാളുടെ റെസിഡൻഷ്യൽ അഡ്രസ് ഒന്ന് പൊക്കണം. ഏത് ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഇക്ബാൽ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്പീഡ് ഉണ്ടാകും, ഒരു ഉറപ്പ്. അയാൾ കൂടി ആവുമ്പോ വി വിൽ മേക്ക് എ ഗുഡ് ടീം. പക്ഷേ ആളിപ്പോ സസ്പെൻഷനിലാണ്. ദാറ്റ്സ് ഹിം. അത് പതിവല്ലേ. ഇത്തവണ എന്താ കേസ്? കേസ് പറഞ്ഞ രസമാണ് സാർ. പത്രത്തിൽ വായിച്ചു കാണും. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ചുമാടി ത്രൂ അമരവള ചെക്ക് പോസ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ ചാർജ് എനിക്ക്. ഒടുവിൽ അന്വേഷിച്ച് പിടിച്ചപ്പോ എല്ലാം വലിയ പുള്ളികളാ. ഒന്നൊരു MLA അനിയൻ, മറ്റൊന്ന് മന്ത്രിയുടെ സ്വന്തം അളിയൻ. ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പുതിയ തീവ്രവാദികളില്ലേ, വർഗീയം, അതാണ് വിത്ത്. സ്വജാതിയല്ലേ വിട്ടേക്കെന്ന് പറഞ്ഞ മന്ത്രിയുടെ വയർലെസ് മെസ്സേജ്, MLA ഭീഷണി അങ്ങ് ചെത്തിക്കളയി വന്ന്. ആ പോയി പണി നോക്കടാ പുല്ലെന്ന് ഞാനും പറഞ്ഞു. ഓ, അപ്പൊ സസ്പെൻഷൻ, കാരണം കാണിക്കൽ നോട്ടീസ്. കാരണം കാണിക്കല്ല, കരണക്കുറ്റി നോക്കി കഴിവറവന്മാർക്കിട്ട് അടി കൊടുക്കാ വേണ്ടത്. ഒടുവില് പത്രത്തിൽ വാർത്ത വന്ന് നാറുവന്നായപ്പോ ഒത്തുതീർപ്പിന് വന്നു. കോംപ്രമൈസ്, എറണാകുളത്തേക്ക് മാറ്റം തരാമെന്ന്. ഇവിടെയാകുമ്പോ അമ്മയില്ലാത്തതിന്റെ കുറവറിയിക്കാതെ ഇതുങ്ങളെ നോക്കുന്ന ടീച്ചർമാരുണ്ട് സ്കൂളില്. അവരെ പിരിയണമെന്ന് കേട്ടപ്പോ ഇതുങ്ങളുടെ കണ്ണു നിറഞ്ഞു. ആ വേണ്ട, സസ്പെൻഷൻ തന്നെ മതിയെന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. മോളുടെ പേരെന്താ? റസിയ. എന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, മോളുടെ പേര് അങ്കിള് ചോദിക്കാം. എന്താ പേര്? ഉമ്മക്കുൽസു. ഏ? ഉമ്മക്കുൽസു. എന്റെ ഉമ്മയുടെ പേരാ ഇവക്ക്. പേരുമ്മയുടെ ആണെങ്കിലും കൂറുക്കേടയാ. കണ്ടില്ലേ ഇടിച്ചു കയറിയത്. സോ സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഹെഡ്ക്വാർട്ടേഴ്സ് IG സമ്മതം വാങ്ങിച്ചു. വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യാം. ചെയ്യണം. സർ, യെസ്, കം ഇൻ. ആഹാ, കമ്മീഷണർ സാഹിബിന് നേരം വെളുത്തതേ ഉള്ളൂ. കിടന്നപ്പോ ലേറ്റായി. എന്താ കൊച്ചു വക്കീൽ രാവിലെ അല്ല, തന്നെ? പോലീസ് കമ്മീഷണറുടെ മൂക്കിന് താഴെ നടക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ടോ എന്നറിയാനാ. താനിത് വായിച്ചോ? എന്താ, എന്തു പറ്റി? നക്ഷത്ര ഹോട്ടലിൽ കോൺസ്റ്റബിളിന്റെ പേക്കൂത്ത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ നക്ഷത്ര ഹോട്ടലിൽ മദ്യപിച്ച് മതോന്മത്തനായി പേക്കൂത്ത് നടത്തിയ പോലീസുകാരനെ ഒടുവിൽ ബാർ ജീവനക്കാർ തന്നെ കൈകാര്യം ചെയ്ത് വിട്ടു. സംഭവത്തെ തുടർന്ന് ജീവനക്കാരുടെ സ്വത്തിനും ജീവനും കനത്ത പോലീസ് ഭീഷണിയുണ്ടെന്ന് ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് കോൺഫെഡറേഷൻ നേതാവ് വട്ടപ്പാറ പീതാംബരൻ ഒരു പ്രസ്താവനയിൽ മതി നിർത്ത്. ലാംഗ്വേജ് കേട്ടാൽ അറിയാം ഇതേതോ മഞ്ഞപത്രമാണ്. പത്രം ഏതും ആയിക്കോട്ടെ, സത്യം എന്താണെന്ന് അന്വേഷിച്ചോ താൻ? എന്തന്വേഷിക്കാൻ? പാവം പോലീസുകാരനെ ആരെങ്കിലും മുന്തിയ ഹോട്ടലിൽ കയറ്റി സൽക്കരിച്ചു കാണും, അത്ര തന്നെ. ഇടി നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടുത്തെ വലിയ വലിയ ഏമാമാരിൽ പലരും
നേരം വെളുക്കുമ്പോ തൊട്ട് ഷാപ്പില്, ഐ മീൻ ബാർ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ക്ലൂസീവ് ക്ലബ്. അവരവിടെ കുടിക്കും, പെടുക്കും, ഉടുത്തിരിക്കുന്ന മുണ്ടഴിച്ച് തലേ കെട്ടും, എന്നിട്ട് കുന്തം മറിയും. ഒരുത്തനും എഴുതുകയല്ലാന്നും. ഇതാണ് മിഡിൽ ക്ലാസ്സുകാരന്റെ സ്യൂഡോ സോഷ്യലിസം, അല്ലെങ്കിൽ കോംപ്ലക്സ്. കോംപ്ലക്സ് നിന്റെ മറ്റം. ഓടി. താൻ എന്തു പറഞ്ഞാലും പോലീസുകാരുടെ സൈഡാ. ഓഫീസർമാരെ അടച്ചു പുച്ഛം. ദാ കേട്ടോളൂ, അടുത്ത റിപ്പോർട്ട്. ഇത് മഞ്ഞപ്പത്രമൊന്നുമല്ല, മാതൃരാജ്യത്തില്. തിരുവനന്തപുരം നഗരത്തിലെ ഒരു സ്റ്റാർ ഹോട്ടൽ ബാറിൽ മദ്യപിച്ച് ശല്യമുണ്ടാക്കിയ പോലീസ് കോൺസ്റ്റബിൾ ഗോപിനാഥനെ ഇന്നലെ രാത്രി തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൂവന്തുറ കമ്മീഷൻ വധക്കേസുമായി ബന്ധപ്പെട്ട് കുറച്ചുകാലമായി സസ്പെൻഷനിലാണ് ഇയാൾ. ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. Does that ring any bell? താങ്ക്സ് For what? ഫോർ എ പോട്ട് ഓഫ് ടീ. പോയി ചായ എടുത്തോണ്ട് വാടി. അയ്യടാ, നിന്നെ പന്ന മനുഷ്യൻ. കുടിച്ചിട്ട് ഏതാണ്ട് ഒച്ചയും ബഹളം ഉണ്ടാക്കിയെന്നും പറഞ്ഞാ സാറേ അവന്മാരെ എന്നെ തല്ലിയത്. അടി കൊള്ളുന്നതിന്റെ ഇടയിൽ ഞാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഞാൻ പോലീസുകാരനാണ്. എന്നിട്ടും അവന്മാരെന്നെ തല്ലി ചതച്ച്. തന്റെ കയ്യിൽ എവിടുന്നാണോ ഈ പണം ഇത്രയും വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കുടിക്കാൻ? അതെന്നെ ഓരോരുത്തരും സൽക്കരിക്കുന്നതാ സാറേ. കഴുതേ, നിനക്ക് എന്നും ഇങ്ങനെ ഓസിന് തരാൻ? പോലീസിലുള്ളപ്പോ ഓരോരുത്തർക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന്റെ പേരിൽ ഓരോരുത്തർ ഇങ്ങനെ. ഗോപി, സത്യം പറഞ്ഞു, എവിടുന്നാ, ആരാ തനിക്ക് ഇത്രയും പണം തരുന്നത്? സത്യം പറഞ്ഞാ സാറന്മാര് വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എന്നെ എങ്ങനെയിട്ടുണ്ട് ഭേദം ചെയ്യാൻ? ഞാൻ എന്തോ പാവം ചെയ്തു? കട്ടോ മോട്ടിച്ചോ? അത് ഞാൻ വല്ലവരെ കൊന്നോ? നിർത്തറ മൂങ്ങുന്ന പന്ന. ഇനി തെമ്മാടിത്തരം കൂടെ പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ ഉള്ളതാ സാറേ, കൈ കാശില്ലെന്ന് അങ്ങേര് പറയുന്നത് സത്യമാ. ഇയാൾ കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ മരുന്ന് വാങ്ങാൻ പോയ തക്കത്തിന് ഇവിടെ ആരാണ്ട് അറ്റൻഡർമാര് വാങ്ങിച്ചു കൊടുത്തതാ സാറേ. എന്തിനാണ് നീ കൂടെ പോലീസുകാരെ അയാൾ കുടിച്ചേച്ച് സത്യമാ സാർ അയാളെ പ്രശ്നം ഉണ്ടാക്കിയത്? ഓഹോ, അപ്പൊ പ്രശ്നം ഉണ്ടായ നീയൊക്കെ കൂടെ തല്ലിക്കളയല്ലേ? സാർ, ഇത് വലിയ കഷ്ടമാണ് സാർ. അപ്പൊ തല്ലിയ നീയാണോ? എക്സ്ക്യൂസ് മീ സാർ. മേ ഐ കം ഇൻ? യെസ്. ആര് പറഞ്ഞോ ഇതിനകത്തേക്ക് ആളെ കടത്തിവിടാൻ? സാർ, അത് ഞാൻ. നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഇന്നത്തെ പത്രത്തിൽ വായിച്ചു കാണും എന്റെ പ്രസ്താവന. അയാം വട്ടപ്പാറ പീതാംബരൻ, ഓൾ കേരള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ. മതി. എന്താ ഇവിടെ? ഞാനിവരെ കസ്റ്റഡിയിലെടുക്കാൻ, സോറി, ജാമ്യത്തിലെടുക്കാൻ വന്നതാണ്. ഓ, ദാ വക്കീലുണ്ട് എന്റെ കൂടെ. കമ്മീഷണറാണല്ലേ? ഓ, ബാർ തൊഴിലാളി യൂണിയൻ നേതാവും ഒപ്പം ബാർ ജീവനക്കാരനുമാണ് ഞാൻ. കേട്ട് കാണും, തൊഴിലാളി വർഗത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന ഒരു തൊഴിലാളി നേതാവും. എന്നിട്ട് തന്നെ കണ്ടിട്ട് യവന്മാരെ പോലെ പണിയെടുക്കുന്ന ലക്ഷണമൊന്നുമില്ലല്ലോ. അത് പിന്നെ ഈ ട്രേഡ് യൂണിയന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ് സർ. ഓ, ഞങ്ങൾ നേതാക്കന്മാർ പണിയെടുക്കാറില്ല. ആഹാ. പിന്നെ കമ്മീഷണർ, ഇവരുടെ ജാമ്യത്തിന്റെ കാര്യം മര്യാദക്ക് സംസാരിക്കടാ. ഓ ഇക്ബാൽ വേണ്ട, വിട്ടുകൊടുത്തേക്ക്. അവരെ കൊണ്ടുപോകട്ടെ. കടലാസൊക്കെ അപ്പുറത്തെ ഓഫീസിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി. പൊയ്ക്കോ. ഓ, പറ. അരുമ്പാറ. അരിമ്പാറയല്ല, വട്ടപ്പാറ പീതാംബരൻ. എന്താണേലും പാറ തന്നെ. താൻ ഭരണകക്ഷി യൂണിയനിൽപ്പെട്ട ആളല്ലേ? എങ്ങനെ മനസ്സിലായി? ഓ, മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു കാണും ഞാൻ വരുമെന്ന്. അല്ല, ഖദറിന്റെ കൂടെ നെഞ്ചത്ത് ഒരു 500 നോട്ട് കണ്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ബട്ട് കമ്മീഷണർ, ഇഫ് യു വാണ്ട് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ. ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിന്നെ ഞാൻ പൊക്കിക്കോളാം. ഓടാ ഓടാ. വരട്ടെ.
ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, ഈ പീതാംബരനെ ഏറ്റാൽ അത് ചെയ്തിരിക്കും. ഇതതുപോലെയല്ല, ഞാൻ ചെയ്തിരിക്കും. അല്ലേ? അപ്പൊ ഓക്കെ ഗുഡ് നൈറ്റ്. എന്താ സാറേ ഒരു പരിങ്ങല്? എന്തു പറയുന്നു? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് എംപ്ലോയീസ് കോൺഫെഡറേഷൻ. എന്താണ് ബാല സംഭവിച്ചത്? സത്യം പറഞ്ഞു ഇല്ല, നിന്നെ ഒരു ടൂറിസ്റ്റ് ഒന്ന് പഴം പാൽ പൊതിഞ്ഞു കെട്ടി കക്കയും ഡാമിക്കൊണ്ട് കെട്ടിത്താത്തുകൾ ഞങ്ങള് അറിയാലോ. പോലീസുകാരും ഗോപി സ്ഥിരമായി ബാറിൽ വന്ന് കുടിച്ചിട്ട് 100-ന്റെയും 500-ന്റെയും നോട്ടെടുത്ത് ടിപ്പ് കൊടുത്തപ്പോ പിള്ളേരാരാണ് തമാശക്ക് കള്ളനോട്ടാണോ സാറേ എന്ന് ചോദിച്ചപ്പോ അയ്യോ അങ്ങനെ ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചപ്പോ അയാള് ചൂടായിട്ട് പിള്ളേരൊക്കെ ചീത്ത വിളിച്ചിട്ട് അങ്ങനെയൊക്കെ ഗാഡിയായി പോയിട്ടോ പോച്ചു സാറേ. കോൺഫെഡറേഷൻ ഇനിയും വേണ്ടി വന്നാൽ ഞാൻ ഇതുപോലെ വിളിപ്പിക്കും. ഫർദർ ക്ലാരിഫിക്കേഷന് വന്നോണം. വിളിക്കാതെ വേണം സാറേ. ഈ തുണിയും കെട്ടൊക്കെ എടുത്തോണ്ട് പിടിക്കാം. എന്ത് പറ്റി സാർ? എന്താ വിട്ടുകളഞ്ഞത്? അല്ല, കള്ളനോട്ടാണോ എന്ന് ചോദിച്ചപ്പോ കോൺസ്റ്റബിൾ ഗോപി എന്തിനാ ചൂടായത്? സാർ, മനസ്സിലെന്താണെന്ന് പറഞ്ഞാലേ. വേണ്ട, പറഞ്ഞാ ചിലപ്പോ മണ്ടത്തരമായി പോയാലോ. നമുക്ക് ഒന്ന് പ്രവർത്തിച്ചു നോക്കാം. സേ എ ബ്ലൈൻഡ് ട്രൈ. ഇന്ദു, ഉറങ്ങിയോ നീ? സാരമില്ല, ഐ നീഡ് സം ഹെൽപ്പ്. ഒരു ചെറിയ സഹായം. എക്സ്ക്യൂസ് മീ, ഈ കോൺസ്റ്റബിൾ ഗോപിനാഥന്റെ? അതെ, ആരാ? ഞാൻ അഡ്വക്കേറ്റ് ഇന്ദു. ഗോപിയുടെ പോലീസ് അസോസിയേഷന്റെ ആൾക്കാര് എന്നെ വന്ന് കണ്ടിരുന്നു, ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കണമെന്ന് പറഞ്ഞിട്ട്. ചേച്ചി ഇരിക്കെ. നല്ല ഉറക്കാ. ഇപ്പൊ വിളിച്ചാലും ഉണരാൻ ഇത്തിരി പാടാ. ഒന്ന് വിളിച്ചു നോക്കട്ടെ. വേണമെന്നില്ല. സാധാരണ ഇതുപോലെ സസ്പെൻഷനിലും പണിഷ്മെന്റിലും ഒക്കെ നിൽക്കുന്ന പോലീസുകാരുടെ കേസൊക്കെ എനിക്കാ വക്കാലത്ത്. സുശീല എന്നല്ലേ കുട്ടിയുടെ പേര്? അതെ, എങ്ങനെ അറിയും? അത് മിസ്റ്റർ ഗോപിയോട് സംസാരിക്കുന്നതിനേക്കാൾ കുട്ടിയോട് ചോദിക്കുന്നതാ ഭേദമെന്ന് അവര് പറഞ്ഞിരുന്നു, അസോസിയേഷൻകാര്. കുട്ടി എഡ്യൂക്കേറ്റഡ് അല്ലേ? അതെ. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഹയറപ്സിലുള്ളവരോട് സംസാരിച്ചു നോക്കി ഇയാളുടെ കാര്യം. സസ്പെൻഷനിലിരിക്കുമ്പോ തന്നെ ഇങ്ങനൊരു കേസും കൂടെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇയാളുടെ ജോലി പോകാനാ സാധ്യത. ബട്ട് ഞാൻ എന്റെ എല്ലാ കഴിവും വെച്ച് ഫൈറ്റ് ചെയ്ത് നോക്കാം. എന്താ കുട്ടി ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചത്?
സത്യം എന്താന്നറിഞ്ഞാല് ഒരുപക്ഷെ ഇയാളുടെ ജോലി പോവാതെ എനിക്ക് രക്ഷിക്കാൻ പറ്റും. സത്യം എന്തെന്ന് ആര് ചോദിച്ചാലും ഇങ്ങനെ കള്ളമ്മേ പറയത്തുള്ളൂ ചേച്ചി. കുട്ടിയോടും ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൂടുമ്പോഴൊക്കെ കുട്ടിയോട് പറയാറില്ലേ സത്യം? ഗോപിയുടെ കയ്യില് ഈയിടെയായിട്ട് എവിടുന്നൊക്കെയോ കുറച്ചേറെ പണം വന്ന് ചാടുന്നുണ്ടല്ലേ? വലിയ വലിയ ബാറിൽ കയറി കുടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതുമല്ല അതിന്റെ പേരിലാ. ആരോ കുട്ടിയുടെ ഭർത്താവിനെ നശിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നത് പോലുണ്ട് ഈ പണം കൊടുത്തുള്ള ഏർപ്പാട്, അല്ലേ? അത് അറിയാവുന്ന എന്താന്ന് വെച്ചാ തുറന്നു പറഞ്ഞോളൂ കുട്ടി. കുട്ടിയുടെയും ദാ ഈ മോളുടെയും കൂടി നന്മ ഉദ്ദേശിച്ച ഞാൻ. അയ്യോ, കുട്ടിക്ക് ബുദ്ധിമുട്ടായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ. അയ്യോ ഇല്ല ചേച്ചി. ചേച്ചി വാ. എവിടുന്നാന്ന് എനിക്ക് അറിഞ്ഞൂടെ ചേച്ചി. പക്ഷെ വേണുമ്പോ അങ്ങേരുടെ കയ്യിൽ കാശുണ്ട്. ഇന്നലെ സന്ധ്യ മയങ്ങിയപ്പോ ഒരു ഓട്ടോറിക്ഷ കയറി പോയതാ. തിരിച്ചു വന്നപ്പോ പോക്കറ്റ് നിറച്ച് കാശ്. വീട്ടിലെ ആവശ്യത്തിനൊക്കെ. ദുഷ്ടനാ ചേച്ചി, ചോദിച്ചാ തരത്തില്ല. പിന്നെ ഞാനങ്ങ് എടുക്കും. ഒരു സഹായം ഇല്ലെങ്കിലും എന്റെ കുഞ്ഞിന്റെ അച്ഛനായി പോയില്ലേ ചേച്ചി. പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അത് ഓർത്തിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. ആ പിന്നെ ഈ കേസിന്റെ ആവശ്യത്തിന് ഗോപി ഇവിടെ അഡ്മിറ്റ് ചെയ്ത അന്ന് മുതലുള്ള കടലാസുകളൊക്കെ എനിക്ക് വേണ്ടി വരും. അതൊക്കെ ഓഫീസിലെ സിസ്റ്റർമാരുടെ കയ്യിലാ. അതൊക്കെ ഒന്ന് വാങ്ങിച്ചു വന്നിരുന്നെങ്കിൽ എനിക്ക് ഡീറ്റെയിൽസ് കുറിച്ചെടുക്കാമായിരുന്നു. കുട്ടിക്ക് പ്രയാസാവില്ലെങ്കിൽ മാത്രം. അയ്യോ അതിനെന്താ ചേച്ചി, ഞാൻ വാങ്ങിച്ചു തരാം. ചേച്ചി ഇവിടെ നിന്നാ മതി. ആ പിന്നെ ഉണരെയാണെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി, ഞാൻ ഇപ്പൊ വരാം. അയ്യോ